ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് സ്റ്റേക്ക് ആണ് കേട്ടോ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ സോസുകളൊക്കെ ചേർത്ത് അങ്ങനെയൊന്നുമല്ല, ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബീഫ് സ്റ്റേക്കാണ്. വലിയ പരിപാടികളൊന്നുമില്ല, നമുക്ക് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പി കാണാം. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കിനും കമൻറ്റിനും എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ നമുക്ക് വൈകാതെ റെസിപ്പി കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീഫിൻ്റെ സ്റ്റേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റേക്ക് പീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് വാങ്ങുവാണെങ്കിലും സ്റ്റേക്കിന് ഉണ്ടാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പീസായിട്ട് പരന്നിട്ടുള്ളൊരു കഷ്ണം നമുക്ക് മുറിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ക്രഷ് ചെയ്ത് കുറച്ച് കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് അത് ഇടയിലേക്ക് ആക്കി കൊടുക്കുവാണ്. പിന്നെ നിങ്ങൾ ഈ ഉള്ളിലേക്ക് ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ഇടിച്ചാലും വിരോധമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഉപ്പും കുരുമുളകും എല്ലാം ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ലേ, ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. നിർബന്ധമില്ല, ഏത് ഉപ്പായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് സ്റ്റേക്കിൻ്റെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി സോസൊക്കെ ആയിട്ട് അതിൽ കുക്ക് ചെയ്യുന്ന ഒരു വേർഷനൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക, മാരിനേഷൻ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. രണ്ട് സൈഡിലും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് വെക്കുക. ഇനി ഇതൊരു മിനിമം അരമണിക്കൂർ ഇതൊന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഉള്ളിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട്, അതൊരു ഫുൾ മീലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് സവാള, അതുപോലെ ബെൽ പെപ്പേഴ്സ് ഒരു 3-4 കളർ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഒരു 4-5 മഷ്റൂം എടുക്കുന്നുണ്ട്. ഇത് ചെറിയ സൈസാണ്, കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇനി ബ്രോക്കലി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 5-6 ഫ്ലോററ്റ്സാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കോളിഫ്ലവർ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത്. അത് നമ്മളിങ്ങനെ അടർത്തി എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ബ്രോക്കലി. അപ്പോൾ നമ്മൾ ആ സെയിം ഓയിലാണ് ഇനി ബീഫ് കഴിഞ്ഞിട്ട് സെയിം ഓയിലിൽ തന്നെ ഈ വെജിറ്റബിൾസും ഒന്ന് സോട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ബീഫിൻ്റെയും ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാനൊരു അയൺ പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാലും ചെയ്യാം. അടിയിലിങ്ങനെ പിടിക്കാത്ത പാൻ വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റേക്ക് പീസ് ആഡ് ചെയ്യാം. ചെറിയൊരു പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം ആ ബീഫിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ കളഞ്ഞിട്ടിട്ടാൽ തന്നെയും ഒരു ഉപ്പ് ചെല്ലുമ്പോൾ ആ ഒരു വെള്ളമയം വരുമല്ലോ, അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഇനി നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ മീനൊക്കെ വറുക്കാനിടുമ്പോൾ ഒരു 2 തവണയൊക്കെ ആയിരിക്കും മറിച്ചിടല്ലേ. പക്ഷേ ഇത് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്താലാണ് ആ ഒരു കുക്കിംഗ് എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല ഈവനായിട്ട് വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒലിവ് ഓയിൽ ഏകദേശം കുറച്ചൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ആ ബീഫിൻ്റെ പീസിൻ്റെ മുകളിലൊക്കെ ഒന്നിങ്ങനെ തടയി കൊടുത്തതിന് ശേഷം അതും അവിടെ മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്, ഒന്ന് ചെറുതായി 2 ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ആ വെളുത്തുള്ളി കിടന്നിട്ട് ഓയിലും ബട്ടറിലും കിടന്നിട്ട് നന്നായി ഒന്ന് മൊരിയും. അപ്പോൾ ആ ഓയിൽ ഈ ബീഫിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരിയിട്ടതിന് ശേഷം പ്രസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് വിടാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്.
നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റാണ് ഈ ബീഫിന്. കാരണം ഓവറായിട്ട് മസാലയോ സ്പൈസസ് ഒന്നുമില്ല. സോൾട്ട്, പെപ്പർ, ഓയിൽ, ഗാർലിക്, അത്രയും സംഭവങ്ങളേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതുപോലെ ഒരു ഡിന്നറിനൊക്കെ ഒരു ഫുൾ മീലായിട്ട് കഴിക്കാനും നല്ലൊരു ചോയ്സാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. മാക്സിമം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മതി ഒരു സ്റ്റേക്ക് പീസ് കുക്ക് ആവാനായിട്ട്. ഇതാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള പീസാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കട്ടിയുള്ള പീസാണെങ്കിൽ മാത്രം കുറച്ചൊന്ന് തീ കുറച്ചിട്ട് ഇച്ചിരി നേരം വെക്കണം. ഇതാകുമ്പോൾ തീരെ കട്ടി കുറഞ്ഞ പീസാണ്, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പെപ്പർ ഒന്ന് ചേർത്ത് കൊടുത്തു. ആ ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി അവസാനത്തേക്ക് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണല്ലോ. 2 സൈഡിലും കുറേശ്ശെ പെപ്പർ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അന്നേരം ഇത് ഓപ്ഷണലാണ്. കുറച്ച് കുക്കിംഗ് ഹെർബ്സ്, നമ്മുടെ ഇറ്റാലിയൻ പിസ്സ ഹെർബ്സ് ഒക്കെ ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പാസ്ലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം മല്ലിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലേക്ക് ആക്കിയെടുക്കാമല്ലോ. ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ അങ്ങനെ പാസ്ലിയും മല്ലിയിലും ഒന്നും ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഒന്ന് മുകളിൽ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 സൈഡിലും. കണ്ടോ, ഇറക്കുമ്പോൾ അതിലേക്ക് നല്ല ഈസി ആയിട്ട് ഇറങ്ങിപ്പോകണം ഫോക്ക് ഇറക്കി നോക്കുമ്പോൾ. പക്ഷേ നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഇനി ഇതെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കണം. നമ്മൾ ആ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്ന സമയം പോലും കുറച്ച് കൂടുതലാണ്. കാരണം ഫ്രഷായിട്ട് കഴിച്ചാലാണ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. ഇരിക്കുന്തോറും അതിന് കട്ടി കൂടി വരും കേട്ടോ. അപ്പോൾ ആ ചൂടോടെ മുറിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റും ആ സോഫ്റ്റ്നെസ്സും ആ ഫ്ലേവറും എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവുക. ആ വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ കോരിയെടുക്കാം, കാരണം ഇനി അവിടെ കിടന്നത് കരിഞ്ഞു പോകും ഒരുപാട്. ഇനി ആ സെയിം ഒരു ഫ്ലേവേർഡ് ഓയിലാണിത് അല്ലേ, ഫ്ലേവേർഡ് ബട്ടർ ഓയിലിൻ്റെ ആ മിക്സ്ചറാണത്. അതിന് എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കണ്ട. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ക്യാരറ്റോ നിങ്ങൾക്ക് കയ്യിലുള്ളത് എന്താണോ അതെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു LCHF ഫ്രണ്ട്ലി റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ കീറ്റോ ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ വിധത്തിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള വെജിറ്റബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് സോൾട്ടും പെപ്പറും ഇതിലേക്കും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത്രയുള്ള പരിപാടി. ഇതൊന്ന് വെജിറ്റബിൾസ് പെട്ടെന്ന് ആയി കിട്ടും. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ഗ്രില്ല് ചെയ്ത എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടില്ല, അത് അയൺ പാനും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നല്ല ചൂടായി കിടക്കുമല്ലോ, പെട്ടെന്നായി കിട്ടും കേട്ടോ. അതുമല്ല നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ വെജിറ്റബിൾസിനെല്ലാം വലിയ കുക്കിംഗ് ടൈമൊന്നും ഇല്ലാത്തതാണല്ലേ. ക്യാപ്സിക്കവും മഷ്റൂമും ബ്രോക്കലി എല്ലാം പെട്ടെന്ന് വേകുന്ന സാധനങ്ങളാണ്. പെട്ടെന്നൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് എടുക്കാം, അപ്പോഴേക്കും അത് റെഡിയാവും കേട്ടോ. നമുക്ക് കുറച്ച് സാലഡ് ലീവ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ലെറ്റ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീവ്സ് നമുക്ക് ഉപയോഗിക്കാം, അതിന് കൂടെ കഴിക്കാം. ഒരു ഫുൾ മീലാണ്, വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ നമുക്ക്. എപ്പോഴും നമ്മൾ ചോറും ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ ഡിന്നറൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണല്ലോ നമ്മളെപ്പോഴും കഴിക്കാത്ത ഒരു ഫുഡ് കഴിക്കുമ്പോൾ. അതുപോലെ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ഓയിലെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവേർഡ് ഓയിലാണ്. ബീഫിൻ്റെയും അതുപോലെ കുരുമുളക്, ഉപ്പും അതുപോലെ വെളുത്തുള്ളി എല്ലാത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നിൽക്കുന്ന ഓയിലാണ്. അതിനകത്താണ് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെജിറ്റബിൾസ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് നന്നായാലും ചീത്തയായാലും കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഴിക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.